അങ്ങനെ നമ്മുടെ മേക്കപ്പ് എല്ലാം ഇളകി പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. 2-3 കോട്ടൺ തുണിയായി, അതായത് കുറച്ച് പീസേ ഉള്ളൂ, വലിയ തുണിയൊന്നുമല്ല. അപ്പം ഇനി കഴുത്തും കൂടെ ക്ലീൻ ചെയ്യണം. തുണിയുടെ ഒരവസ്ഥ ഉണ്ടോ. എന്നാലും നമുക്ക് കണ്ണിൻ്റെയൊക്കെ അവിടുത്തെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇനി നമുക്ക് എന്തൊക്കെ പരിപാടി ഉണ്ടെന്നറിയാമല്ലോ. കണ്ണിൻ്റെ അവിടെ ഉരച്ചുകൊണ്ടിരുന്ന എൻ്റെ ടൈം പോവും, മാത്രമല്ല പണികൾ ഒരുപാട് കിടക്കുന്നു. അപ്പോൾ ഇനി ചെറുതായിട്ടൊന്ന് കണ്ണും കൂടെ ക്ലീൻ ചെയ്തിട്ട് ഞാൻ പോയി വേഗം കുളിച്ചിട്ട് വരാം. നമുക്ക് കണിയൊരുക്കണ്ടേ, എന്തൊക്കെ പരിപാടികളുണ്ട്. ഇനി കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ പാല് തിളപ്പിച്ചു. ഇനി ഇതാറി ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചിട്ട് വേണം കിടക്കാൻ. അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് വന്നു. കയ്യിലലത്തേക്കും കാലിലലത്തേക്കും അതുപോലെ ഉണ്ട്. അതിനി എത്ര നാളുകൊണ്ട് പോകുമെന്ന് അറിയില്ല. മിനിമം ഒരാഴ്ചയൊക്കെ വേണ്ടി വരും കേട്ടോ നന്നായിട്ടൊന്ന് പോകാനായിട്ട്. ലേറ്റായിട്ട് കുളിച്ചുകൊണ്ട് തന്നെ എനിക്ക് നല്ല ചെറിയൊരു ജലദോഷമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണിക്കുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യുകയാണ്. ഞാൻ വലിച്ചു നീട്ടി വീഡിയോ ചെയ്യുന്നില്ല, കുറച്ച് മുന്നോട്ട് അടിച്ച് വിടുകയാണ്. ഒരുപാട് ലാഗ് ചെയ്താലും നിങ്ങൾ കാണത്തില്ലല്ലോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഇപ്പം സമയം രാത്രി 12:20. സത്യം പറഞ്ഞാൽ എൻ്റെ വിഷു ആയില്ലേ. അപ്പം ഹാപ്പി വിഷു എല്ലാവർക്കും. ഞാനെല്ലാം സെറ്റാക്കി കാണിച്ചു തരട്ടെ. അങ്ങനെ എല്ലാം സെറ്റാക്കിയിട്ടോ. ഇനി രാവിലെ വന്ന് കുളിച്ച് വിളക്ക് വെച്ചാൽ മതി. നാളികേരത്തിനകത്ത് ഞാൻ നാണയം വെച്ചേക്കുന്നത്. സാധാരണ മന്ദാരം ഇട്ട് തിരി കത്തിക്കാറാണ് പതിവ്. അപ്പോൾ ഹാപ്പി വിഷു. രാവിലെ 4:30 ആയപ്പോൾ ഞാൻ എഴുന്നേറ്റ് കുളിച്ചു വിളക്ക് വെച്ചു. കുഞ്ഞുങ്ങളെ കണി കാണിച്ചു, ചേട്ടനെ കണി കാണിച്ചു. എല്ലാവരും നല്ല ഹാപ്പിയായി. കണിയൊക്കെ കണ്ടിട്ട് വീണ്ടും കിടന്നുറങ്ങി. ഞാനങ്ങനെ കിടന്നുറങ്ങിയാൽ ശരിയാവും. എനിക്ക് ഇന്ന് എല്ലാവരെയും കൂട്ടി കുടുംബക്ഷേത്രത്തിൽ പോകണം, പ്രത്യേക അമ്പലത്തിൽ പോകണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിക്കും.